ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഇതാക്കണ് ഷിബു മച്ചാനുണ്ട്. ഞങ്ങൾ രാവിലെ ഇറങ്ങണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും ഒരുങ്ങലും മാറ്റലൊക്കെ കഴിഞ്ഞപ്പോൾ നേരം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം കാലിക്കറ്റ് എത്താറായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം പിന്നെ ഫുള്ള് മാസ്ക് ഇട്ടുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങല് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ആദ്യം തന്നെ പോകുന്നത് ഡെക്കാഡോണിലേക്കാണ്. അങ്ങനെ നമ്മൾ ഇതാക്കണ് ഡെക്കാഡോണിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ഡെക്കാഡോൺ എന്ന് പറയുന്നത് സ്പോർട്സിൻ്റെ ഷോപ്പാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്പോർട്സിൻ്റെ ഷോപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവിടെ ഇതാക്കണ് റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. അവന് ഇതാക്കണ് ഇവിടെ വണ്ടിമ്മ തന്നെ നിൽക്കുകയാണ്. ഞാൻ വണ്ടിമ്മന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കയറണ്ടേ എന്നുള്ളൊരു ഞങ്ങൾ ചെറിയൊരു ചർച്ചയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ റോഡ് ഇവിടെ മോശമാണ്, ചളിയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ വണ്ടി ഇറക്കാൻ ഞങ്ങൾക്ക് കുറച്ച് മടി. അപ്പോൾ പിന്നെ ഇവിടെ ഇറങ്ങണ്ട എന്നുള്ള തീരുമാനത്തിലെത്തി. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഡെക്കാഡോണിൽ നിന്ന് നേരെ പോവാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഡെക്കാഡോണൊന്നും കയറാതെ ഇപ്പം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ കാണാനുള്ളത് ഹൈലൈറ്റ് മാളാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഇതാക്കണ് ഹൈലൈറ്റ് മാളിൻ്റെ എൻട്രൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എൻട്രൻസിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്കിംഗ് ഏരിയയിലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഇനി ഉള്ളിലേക്ക് കയറാം. അങ്ങനെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യലൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നല്ല വിലയേക്കാറല്ലേ അവിടെ ദുബായിൽ എത്ര 10 റൺസ് 100 പുതിയ സ്ഥലമാണ് പോകാൻ ചങ്ങായിലിടുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മളെ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു. അത് ഇവിടെ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടില്ല. ഞങ്ങൾ നേരെ മേലക്ക കയറിയത്. ഇവിടെ ഞങ്ങൾ കണ്ടിട്ടില്ല. നെസ്റ്റോല് ഞാൻ കയറിയിട്ടില്ല. നല്ല ഇതേമാതിരി ഇപ്പൊ തന്നെ തീരുമാനാക്കിയാലോ. ഉണ്ടാവില്ല കഴിക്കാനൊക്കെ നമ്മളെ മഞ്ചേരി കടന്നു. അത് അടിപൊളിയല്ലേ. കുറച്ചിങ്ങനെ നടക്കാൻ മതി. റോഡ് ഇട്ടാൽ ഫ്രൂട്ട്സ് കുനാഫ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്നത്തെ പ്ലേറ്റിലാണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കുനാഫ. എത്ര പ്രൈസ്? എത്ര റേറ്റ്? അവിടെ 329 റേറ്റ് ഉണ്ടാവും. നാളെ എരിഞ്ഞിട്ട് ചങ്ങായി ഇതേമാതിരി തിന്നിട്ടുണ്ട്. അതിന് എരിവ് ഉണ്ടാവും. അപ്പോൾ ഇതല്ലേ പോവാ ഇല്ലല്ലോ. കാസറോടെ ആക്കണ് ഇവിടെ ഒക്കെ തന്നെയല്ലേ ഗായ്സ്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഇതാക്കണ് ഞങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ അവിടേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവനിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ ബില്ല് ചെയ്യലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ മുകളിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് ഇതാക്കണ് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. കളർ വായിച്ചു പറ്റൂല. വേണ്ട, ചെക്ക് ചെയ്യണ്ടല്ലോ. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അവനിതാക്കണ ഓരോന്ന് നോക്കുന്നുണ്ട്. ഇവിടെയുണ്ട് ഹോളില്ല ഷർട്ട് കേട്ടോ. ആളില്ലേ? ആള് കുറവാ. നിരക്ക് പോലെ ഏറ്റവും നിരക്ക്. മിഞ്ഞാന്നോ വെറുതെ പോയി നോക്കാം. ഇതീ കൂടെ അത് വൻ കോമഡി കാരം. അപ്പം നമ്മൾ എസ്കലേറ്റർ വഴി മുകളിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. ബേജാറാണ്. പിസ്സ 40 കിട്ടുന്നു 2 പീസാണ്. ഞാൻ കഴിച്ചില്ല പിസ്സ. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവനെന്തോ മെയിൽ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അവനെന്തോ മെയിൽ ചെയ്യാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി ഫുഡ് കഴിക്കണോ. നല്ല വിശപ്പുണ്ട്. 2:45 അപ്പോൾ നമ്മൾ പോവാൻ നേരത്ത് നമ്മളിവിടെ ഏൽപ്പിച്ച സാധനം നമ്മളിതാ ഇവിടെ നിന്ന് വാങ്ങണം കേട്ടോ. അപ്പോൾ വാങ്ങാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ മാറ്റിയേൽക്കോ? അതൊക്കെ ഉള്ളു അങ്ങനെ. എവിടെ വണ്ടി? എവിടെ? ലൈറ്റോ? ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വണ്ടിന്റെ അടുത്തൊക്കെ എത്തി. അപ്പോൾ നമ്മൾ ഇതാക്കടെ വണ്ടിമേ കയറി ഇങ്ങനെ പുറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതാക്കണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് സൂഫി കുഴിമന്തിയുടെ ഷോപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് ഞാനാണ് കേട്ടോ ഇവനെ ഇവിടേക്ക് കൂട്ടി വന്നത്. ഇവനെ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് ഉള്ളിലേക്ക് പോവാണ്. നല്ല വിശപ്പുണ്ട്. കാരണം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് കേട്ടോ സമയം. വെള്ളപ്പോ വരേക്കാരം വരലുണ്ട്. ചായ ഉണ്ടോ അവിടെ? അറിയില്ല, ചായ ഉണ്ടാവും. സോവൽ നല്ല ലേറ്റ് ചായ കുടിച്ചാൽ സുഖമല്ലേ. പൈസ വരാണ്ടേ? എനിക്ക് നോർമൽ അൽഫാമോ റൈസും മതി. ഞാനതേ കൂട്ടിയിട്ടുള്ളൂ. മറ്റേ ഹണി എങ്ങനെ? അങ്ങനെ തന്നെ വെറൈറ്റി ഒന്നാണ്. ഹണിയുടെ തേനാണ്. അത് മനസ്സിലായി. സമയം എന്തായി? 4:30 ആയോ? എത്രയും സമയം? ടൈം കറക്റ്റ്. നമ്മൾ പോകുന്ന സമയം ഓക്കെ അല്ലേ? നമ്മൾ എത്ര നേരം നിന്ന് അവിടെ കാണും. ഇവിടെ ആദ്യമായിട്ട്
സൂഫി കയറില്ല, ഇത് സിബി കയറലുണ്ട്, ചെങ്ങായി കയറലുണ്ട് അവിടെ. ഗായ്സ് അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുമ്പോഴാണ് പ്ലേറ്റ് എത്തിയത്. കൂട്ടത്തിൽ ഞങ്ങളൊരു പെപ്സിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെപ്സിയും പ്ലേറ്റും ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡിലേക്ക് വേണ്ട മയോണൈസ് അതുപോലെ അച്ചാറും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് എത്തിയാൽ മതി കേട്ടോ. ഞങ്ങളിങ്ങനെ വിശന്നിരിക്കുകയാണ്, ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഫുഡ് ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നോർമൽ അൽഫാമും മന്തി റൈസും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അവന് ഹണി അൽഫാമും മന്തി റൈസും ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഫുഡ് കൊടുത്തിട്ടും ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോ അവന് ഇതാക്കണ ഫുഡ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനെ കൈയാട്ടീന മതി 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 മതി. അൽഫാമിട് തിന്നോക്കിയപ്പോ അതിന് മെയിൻ ഐറ്റം മയോണൈസ്. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഗായ്സ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനിതിങ്ങനെ സൈഡിൽ വെച്ചൊക്കെയാണ് ക്യാമറ, സൈഡിൽ വെച്ച് കണ്ടാണ് ക്യാമറ എടുക്കുന്നത്. പിന്നെ അവന്റെ ഫുഡ് കഴിക്കൽ ഇങ്ങനെ കഴിഞ്ഞു. ഞാനിങ്ങനെ ക്യാമറ എടുക്കുന്നത് കാരണം ഫുഡ് കഴിക്കലൊക്കെ സ്ലോ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ കാര്യം മറന്നു, വണ്ടി തീർക്കാം. ഗായ്സ് അങ്ങനെ ഞങ്ങളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ഇതാ ഫോക്കസ് മാളിലേക്കാണ് കേട്ടോ. ഫോക്കസ് മാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതാക്കണ് ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഇതാക്കണ് ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫോക്കസ് മാളിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇതുണ്ടവിടെ ദുബായില് ഇതിന് സ്ഥലമൊന്നുമില്ലേ? ഗായ്സ് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ട്രെൻഡ്സിലാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ട്രെൻഡ്സിൽ ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ തൊടാൻ പറ്റൂല കേട്ടോ. അങ്ങനായോ? ഇതെന്താ കുടിച്ചാത്ത? ഗായ്സ് അപ്പോ ഞങ്ങള് ട്രെൻഡ്സിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. ഇവിടെ സീറ്റ് കിട്ടിയപ്പോ ഇവിടെ കുറച്ചു നേരം ഇരുന്നു.
കാരണം പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ വെയിലൊക്കെ കുറഞ്ഞിട്ട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ഇത് കണ്ടിട്ടില്ല, ഗെയിം കളിച്ചല്ലേ, കളിക്കണോ? ഒരു മാറ്റം ഇല്ല. ബബിൾ ടീ എന്താ രസമുണ്ടോ? ചായ മോഡലോ കുറെ ഉണ്ടാവും സാധനങ്ങൾ. ഞങ്ങൾ അവിടെ കുടിച്ചു പോവല്ലതാ. എന്നാ പോവാ. ജ്യൂസ് കുടിക്കാം, അല്ല ജ്യൂസ് കുടിക്കാം. അപ്പോ നമ്മള് താഴോട്ട് പോവാണ് കേട്ടോ. ആയിട്ടുണ്ടോ? ചെക്കന്മാരെ കൂട്ടിട്ട് വന്നത് ഞാൻ നോക്ക്. ബീച്ചിൽ വന്നോട് പൊട്ടി തെറിച്ചോ കത്തിയോ എന്താ സംഭവം? ഒറ്റക്കല്ലേ? പുറത്താണ് പോകണ്ടേ? എന്നിട്ട് അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റ്. തിരക്ക് കുറവല്ലേ? ഉള്ളിലുണ്ടാവും ഈ കാരം. അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് വേണോ? എവിടെ മറ്റേ ഒരു ആലിന്റെ കടക്കല്ലേ? അല്ല വണ്ടി വലത്തോട്ട് പോയി നോക്കില്ലേ? ഹാൻഡിലോക്കോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കേണ്ടി വന്നാലേ ആൾക്കാർ പിരാകും. അപ്പം നമ്മൾ ഇതാക്കണ് ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു ചായ കുടിക്കാമെന്ന് കരുതി ആദ്യം തന്നെ ഒരു ചായ പാസ്സാക്കിട്ടോ. അപ്പോൾ ബീച്ചിലത്തെ അവസ്ഥ ഇതാണ്. മഴ വരാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ്, കുറച്ച് അപ്പുറത്തൊക്കെയാണ് ആൾക്കാരുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അവൻ്റെ ചായ ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇതാക്കണ് നല്ല ആസ്വദിച്ച് ഇങ്ങനെ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ ചായ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ഞാൻ. അങ്ങനെ എൻ്റെ ചായ ഇതാക്കണ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാക്കണ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ബീച്ചിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞങ്ങളെ ചായ കുടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞങ്ങളൊരു കാട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നു കേട്ടോ. പോലുട്ടതിൻ്റെ കാര്യം ഫോണടിച്ചേ. കാടമുട്ട കോളിഫ്ലവർ ഗായ്സ്, അപ്പോൾ ഞങ്ങളെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ബീച്ചിലേക്ക് കണ്ട് ഇറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങനെ ഗായ്സ്, അപ്പോൾ പെട്ടെന്നാണ് കേട്ടോ മഴ അങ്ങോട്ട് പെയ്തു. നല്ല മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ ഇവിടെ ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇവിടെ ഇതാക്കണ എല്ലാവരും ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ബീച്ചിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ആരും ഇല്ല കേട്ടോ ബീച്ചിൽ. അപ്പോൾ നല്ല മഴ ചെയ്തപ്പോൾ ഞങ്ങൾ ഇതാക്കണ ഒരു ചെറിയ ഷോപ്പിലാണ് കയറിയത്. അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തർ ഇതാക്കണ മഴയും കൊണ്ടൊക്കെ പോകുന്നുണ്ട്. കാരണം ഇത് പെട്ടെന്നുണ്ടായ മഴ കാരണം ആരും കുട ഒന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറി ഏതായാലും ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. നല്ല കാറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ.
എന്നാ നടക്ക് എത്തി നടക്കാത്ത നടക്കാൻ പറഞ്ഞിട്ട് വണ്ടി എവിടെ നിർത്തിയെന്നറിയോ വാട്ടർ പ്രൂഫാ ഞാൻ തള്ളിയതാ. ഗായ്സ് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം ഇരിക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴ കാരണം മൂടൊക്കെ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഇവിടെയാണെങ്കിൽ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പോയിട്ടുണ്ട് കേട്ടോ. ഒരാളാട്ടോ പോകുന്നു അങ്ങനെ പോയിട്ട് നല്ല മഴയാണ് ഗായ്സ് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്നത് ഗായ്സ് അങ്ങനെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജ്യൂസിന്റെ ഷോപ്പിൽ വന്നേക്കാണ്. ഞാൻ കാലിക്കറ്റ് വരുമ്പോൾ ജ്യൂസ് കുടിക്കണമെങ്കിൽ ഇവിടെ നിന്നാണ് കേട്ടോ കുടിക്കുക. ഇവിടുത്തെ ജ്യൂസ് ഭയങ്കര രസമുള്ള ജ്യൂസാണ്. അപ്പോൾ ഞങ്ങൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കോട്ടൊന്നും ഊരിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് പെട്ടെന്ന് പോകാനുണ്ടായതുകൊണ്ട് തന്നെ കോട്ടൊന്നും ഊരിയിട്ടില്ല. കോട്ടുമ്പോൾ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതാ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നെഹദി കുയ്മന്തിന്റെ നേരെ ഓപ്പോസിറ്റ്. എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഇതേതാ സാധനം? എന്താ ചമ്മാമോ? ഗായ്സ് അങ്ങനെ ഞാൻ ഇതാക്കണിങ്ങനെ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവന്റെ ജ്യൂസൊക്കെ എത്തി. അവൻ കുടിക്കൽ തുടങ്ങി. അങ്ങനെ എന്റെ ജ്യൂസ് ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിത് അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടൊന്നും ഊരിയിട്ടില്ല കേട്ടോ. അടിപൊളിയാ. ഗായ്സ് അങ്ങനെ എന്റെ ജ്യൂസ് കൂടിയൊക്കെ കഴിഞ്ഞു. അപ്പൊ അവന് ഒരു ജ്യൂസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നല്ല രസമുണ്ട്, അടിപൊളിയാണ് പറഞ്ഞു. അങ്ങനെ ഇതാക്കണ് അവനൊരു ജ്യൂസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാക്കണ് ജ്യൂസിന് വേണ്ടി ഇതാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവന് ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞു കണ്ടിട്ടോ. അവനാണെങ്കിൽ ഈ ഷോപ്പ് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഈ ഷോപ്പിലേക്ക്. അങ്ങനെ ഇതാക്കണ് അവൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോന്റെ ജ്യൂസ് ഇതാക്കണ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ജ്യൂസ് എന്ന് കേട്ടോ. രസമുണ്ടോ? ഷുഗർലെസ് അല്ലേ? ഗായ്സ് അങ്ങനെ ഞങ്ങളെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങൾ ഇനി നേരെ പോവാണ് കേട്ടോ. നേരെ വെച്ച് കുടിക്കാണ്. നല്ല മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ പോകണം. ഗായ്സ് അങ്ങനെ ഞങ്ങളെ ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളിങ്ങനെ മഞ്ചേരിയിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നല്ല മഴയാണ്, അതുപോലെ നല്ല തിരക്കുണ്ട്. മഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഞ്ചേരി എത്താറായപ്പോൾ നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ ഒരു ചായയും ഒരു കായബജിയാണ് രണ്ടുപേരും കൂടി ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അവൻ്റെ ചായ എത്തിയിട്ടില്ല, പക്ഷേ കടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അവനിതാക്കണ് കടി ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞാനിതാക്കണ് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാനൊരു ചായയും അതുപോലെ ഒരു കായബജിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനാണെങ്കിൽ ആകെ തണുത്ത് വരച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ചായ കിട്ടിയപ്പോഴാണ് ഒന്ന് സെറ്റായത് കേട്ടോ. അങ്ങനെ ഞാനിതാക്കണ് പതുക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ കോട്ടൊന്നും ഊരിയിട്ടില്ല കേട്ടോ, കോട്ടുമ്പോൾ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ എൻ്റെ ചായയോടി ഇവിടെ ഇതാക്കണ് കഴിഞ്ഞിട്ടുണ്ട്. അവനാണെങ്കിൽ പതുക്കെ ഇങ്ങനെ ചായ കുടിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് അവസാനമാണ് ചായ കിട്ടിയത്. അവനാണെങ്കിൽ സീറ്റും കിട്ടിയിട്ടില്ല. അപ്പോൾ അവന് ഇതാക്കണ് സൈഡിൽ നിന്നുകാണ്ട് പതുക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല പോലെ ഒരുപാട് എണ്ണക്കടികളുണ്ട് കേട്ടോ. അതുപോലെ ഇവിടുത്തെ സർവീസും തന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പാണ്, നല്ല അടിപൊളിയായിട്ട് ഉഷാറായി ചെയ്തു തരുന്നുണ്ട് കേട്ടോ ഇവര്. അങ്ങനെ നമ്മൾ ഇതാക്കണ് ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ ഒരുപാട് എണ്ണക്കടികളൊക്കെ ഉണ്ട്, അതുപോലെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ ഇതാക്കണ് മഴ ചോരാനൊന്നും നിൽക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊരു ചായ എടുക്കാൻ വേണ്ടി കയറിയതാണ് ഇപ്പോൾ. ഗായ്സ്, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കുത്തി പൊട്ടിക്കുക. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.